ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ കെ.പി. യോഹന്നാന് അമേരിക്കയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കുപറ്റി. അമേരിക്കയിൽ വെച്ച് പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ചായിരുന്നു അപകടമുണ്ടായത്. തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. ശശിനാരായണൻ നമുക്കൊപ്പമുണ്ട്. ശശിനാരായണൻ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. എന്താണ് ഈ സംഭവം? ഇപ്പോഴത്തെ ആരോഗ്യനില, അക്കാര്യത്തിലുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ പ്രഭാത നടത്തിനിടെ ബിലീവേഴ്സ് ചർച്ചിന്റെ പരമാധ്യക്ഷൻ കെ.പി. യോഹന്നാൻ മെത്രാപ്പോലീത്ത ഇത്തരത്തിൽ നടക്കുന്നതിനിടയിൽ കാർ ഇടിച്ച് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് പറ്റുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. അമേരിക്കയിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആന്തരിക രക്തസ്രാവം നിലച്ചിട്ടുണ്ട്. എന്തായാലും അതിന് പരിഹാരമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. സാധാരണയായി അവിടെ ചർച്ചിൻ്റെതായ സ്ഥലങ്ങളിൽ തന്നെയാണ് രാവിലെ പ്രഭാത നടത്തൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ വെളിയിലും പുറത്തുമൊക്കെ അദ്ദേഹം നടക്കും. ഒരു വ്യായാമത്തിന് നിലയ്ക്കാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ നടക്കാറുള്ളത്. അങ്ങനെ നടന്ന യാദൃച്ഛികമായി സംഭവിച്ച ഒരു അപകടമാണ്. എന്തായാലും ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ആന്തരികമായുള്ള തലച്ചോറിലും അതുപോലെ തന്നെ രക്തസ്രാവം ഉണ്ടായിട്ട് അത് നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. വൈദികരും അതുപോലെ സഭയുടെ ബന്ധപ്പെട്ട ആൾക്കാരും ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് നമുക്ക് സഭയുടെ അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതാണ് തിരുവല്ല ആസ്ഥാനമായ ബിലീവേഴ്സ് ചർച്ചിന്റെ പരമാധ്യക്ഷൻ കെ.പി. യോഹന്നാനാണ് ഗുരുതരമായ പരിക്ക് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അമേരിക്കയിൽ വെച്ച് പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ചുള്ള പരിക്കാണ്. അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വീണ്ടും ഒരു ഇടവേളയാണ്, മടങ്ങി വരാം. മസ്കറ്റ്, ദമാം, ബഹ്റിൻ എന്നിവിടങ്ങളിൽ എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ഇതുവരെയും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ യാത്രക്കാരെ വലയ്ക്കുന്നു എന്നതാണ്. ഇവരുടെ ഒരു മിന്നൽ പണിമുടക്ക് നിരവധി പേരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തന്നെയാണ് ഇത് ഇല്ലാതാക്കുന്നത്. കാരണം നേരത്തെ യാത്രക്കാർ സംസാരിച്ചതുപോലെ പലരും ജോലിക്കെത്തേണ്ടവരുണ്ട്. തിരിച്ചു പോകുന്നവർ പലരും തന്നെയും അവരുടെ ഒരു വിസ കാലാവധി അടക്കമുള്ള കാര്യങ്ങൾ, ജോലിക്കെത്തേണ്ട കാര്യങ്ങൾ, ജോയിൻ ഡേറ്റ് അങ്ങനെ അടക്കമുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. അപ്പോൾ